ഏതാണ് ഒരു നല്ല ഷാംപൂ? ഷാംപൂ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് ഷാംപൂവിൽ അവോയ്ഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഒരു നല്ല ഷാംപൂ നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഷാംപൂ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങണം? ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടോ? എന്നാൽ അതിനെല്ലാം ഉള്ള ഉത്തരവാണ് ഈ വീഡിയോ. ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Mallu Nextdoor. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതെ, എല്ലാവരും ഒന്ന് കുളിച്ചിട്ടാണോ വന്നേക്കണേ? കുളിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഷാംപൂ അല്ലേ? എന്നാൽ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് അതിൽ പതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? കറക്റ്റായിട്ടുള്ള ഷാംപൂ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതാണ് ഒരു നല്ല ഷാംപൂ? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയും പല ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടാവുമല്ലേ? അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടും കാണണം കേട്ടോ. ഷാംപൂ തല കഴുകാനുള്ള ഒരു ക്ലെൻസിങ് ഏജന്റ് ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാംപൂവിന് പല തരത്തിലുള്ള ക്ലെൻസിങ് കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഷാംപൂ നമുക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ പലപ്പോഴും ഫ്രീ കിട്ടുന്ന ഷാംപൂ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ ഒന്നും നോക്കാണ്ട് വെറുതെ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഷാംപൂ വാങ്ങുന്നവരുണ്ടാവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ അരിയിൽ നിരന്നിരിക്കുന്ന ഷാംപൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വോളിമൈസിങ് ഷാംപൂ, ഹൈഡ്രേറ്റിംഗ് ഷാംപൂ, ആൻറ്റി ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, തിക്കനിങ്, സ്മൂത്തനിങ്, ഫോർട്ടിഫൈങ്, കെരാറ്റിൻ, അങ്ങനെ പല തരത്തിൽ നീണ്ട നിര തന്നെ ഉണ്ടല്ലേ. ഇതിൽ നിന്നൊക്കെയും കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു ഷാംപൂ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? അതൊരു വലിയ ടാസ്ക് തന്നെയാണല്ലേ. ഒരു ഷാംപൂ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിന്റെ ടൈപ്പും ഹെയറിന്റെ ടൈപ്പും ആണ്. മെയിനായിട്ട് 3 തരത്തിലാണ് സ്കാൽപ്പിന്റെ ടൈപ്പ് ഉള്ളത്. ഓയിലി സ്കാൽപ്പ് ഉണ്ട്, ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, കോമ്പിനേഷൻ സ്കാൽപ്പ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഓയിലി സ്കാൽപ്പുള്ളവരെ കുറിച്ച് സംസാരിക്കാം. ഇവരുടെ ഹെയർ നല്ല ഷൈനി ആയിരിക്കും, അതുപോലെ ഡാൻഡ്രഫ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ളതുമാണ്. ഇനി ഈ ഡാൻഡ്രഫ് അടിഞ്ഞുകൂടി നല്ല ബിൽഡപ്പ് തലയിൽ ഉണ്ടാവാനുള്ള ചാൻസും ഈ കൂട്ടർക്കുണ്ട്. ഇവർ ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ ഹെയറിന്റെ മോയ്സ്ചറൈസിങ് നിലനിർത്തുകയും വേണം. എന്നാൽ തലയിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഷാംപൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും മോയ്സ്ചറൈസിങ്, ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി മോയ്സ്ചറൈസിങ് ആഡ് ചെയ്യുന്ന വരുന്ന ഷാംപൂസ് ഒന്നും യൂസ് ചെയ്യരുത്. പകരം ഇപ്പോൾ വോളിമൈസിങ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലെൻസിങ്, ഡബിൾ ക്ലെൻസിങ് വരുന്ന ഷാംപൂസ് അല്ലെങ്കിൽ വോളിമൈസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഷാംപൂസിനകത്തൊക്കെയും കുറച്ച് ഹെയറിന് നന്നായിട്ട് ഡീപ് ക്ലീനിങ് ചെയ്യുന്ന തരത്തിലുള്ളതും അത്ര എങ്ങോട്ട് മോയ്സ്ചറൈസിങ് ചെയ്യാത്തതുമായിട്ടുള്ള ഷാംപൂസാണ് ഈ പറഞ്ഞവയൊക്കെ. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഷാംപൂസാണ് യൂസ് ചെയ്യേണ്ടത്? ഡീപ്പ് ക്ലീനിങ് ഷാംപൂ, അതുപോലെ തന്നെ വോളിമൈസിങ്, തിക്കനിങ്, ഓയിൽ ബാലൻസിങ് അങ്ങനെയൊക്കെ ഉള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്യും പോലെ തന്നെ ഓയിലി ഹെയർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഡബിൾ ക്ലെൻസിങ്ങും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെയറിന്റെ ഈ റൂട്ട്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ കാണുന്നത്, കാരണം അവിടെ നിന്നാണ് സെബം പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലെൻസിങ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയറിന്റെ ഈ താഴെ അറ്റത്തേക്ക് വരും തോറും ഓയിൽ കണ്ടന്റ് കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ഒരു അറ്റത്ത് നമുക്ക് ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഷാംപൂവും യൂസ് ചെയ്യാം. അങ്ങനെ ഡബിൾ ക്ലെൻസിങ് രീതിയിലും നമുക്ക് ഓയിലി ഹെയർ ക്ലീൻ ചെയ്തെടുക്കാം. രണ്ടാമത്തേത് ഡ്രൈ സ്കാൽപ്പാണ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക? എപ്പോഴും തലയ്ക്കകത്ത് നമ്മളിപ്പോൾ ഷാംപൂ ഇട്ട് കഴിഞ്ഞാലും ചൊറിച്ചിലുണ്ടാവും, അതുപോലെ ഒരുപാട് ഫ്ലേക്സ് ഇളകി വരും. ഫ്ലേക്സും താരനും തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. ഫ്ലേക്സ് ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇളകി വരുന്നതായിരിക്കും, താരനാണെങ്കിൽ ഒത്തിരി മുടിയിലോട്ടായിരിക്കും അക്യുമുലേറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെയും ഒരുപാട് ഇങ്ങനെ ഫ്ലേക്സ് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ എപ്പോഴും മോയ്സ്ചറൈസിങ്, ഹൈഡ്രേറ്റിംഗ്, സ്മൂത്ത്, അതുപോലെ കേൾ റിറ്റൻഷൻ ചെയ്യുന്ന ഷാംപൂസ് ഒക്കെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള ഷാംപൂസ് നമുക്ക് എക്സസീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഹെയറിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നേരത്തെ ഓയിലി സ്കാൽപ്പിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ വോളിമൈസിങ്, ഫോർട്ടിഫൈയിങ്, അതുപോലെ തിക്കനിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അടപ്പുള്ള ഷാംപൂസൊക്കെയും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ഹെയറിനെ ഒത്തിരി ഡ്രൈ ആക്കും. ഇനി അതുപോലെ തന്നെ ഈ വെറ്റ് ഹെയറിൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെയും ഹെയറിൽ ഒത്തിരി അങ്ങോട്ട് സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സൾഫേറ്റ് അടങ്ങിയ ഷാംപൂസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് ഡ്രൈ സ്കാൽപ്പിനെ വളരെ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആക്കും. നാച്ചുറൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള ടീ ട്രീ ഓയിൽ, മെന്തോളൊക്കെയും ഈ ഡ്രൈ സ്കാൽപ്പിന് വളരെ നല്ലതാണ്. അപ്പോൾ അതടങ്ങിയിട്ടുള്ള ഷാംപൂസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് കോമ്പിനേഷൻ സ്കാൽപ്പാണ്. കോമ്പിനേഷൻ
കോമ്പിനേഷൻ സ്കാൽപ്പ് ഉള്ളവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഓയിലി ആയിരിക്കത്തില്ല, ഡ്രൈയും ആയിരിക്കത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മീഡിയം ഒരു ടൈപ്പാണത്. ഇപ്പോൾ ഒരു വാഷ് കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഹെയർ ചെറുതായിട്ടൊന്ന് ഓയിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് കോമ്പിനേഷൻ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹെയർ ടൈപ്സ് നോക്കാം. ഒന്നാമത്തേത് ഫൈൻ ഹെയർ, അതായത് നിങ്ങൾക്ക് ഒട്ടും വോളിയം ഇല്ലാത്ത ടൈപ്പ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫൈൻ ഹെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഹെയറിന്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള വോളിയമൈസിങ് ഷാംപൂസ് അല്ലെങ്കിൽ ഹെയർ തിക്കനിങ് ഷാംപൂസ് ഒക്കെ വേണം യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് തിക്ക് ഹെയർ ആണ്. ഇടതൂർന്ന മുടിയുള്ളതിനെയാണ് തിക്ക് ഹെയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹെയർ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാം. കാരണം ഈ ഷാംപൂസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസിങ് തരികയും ചെയ്യും, സ്മൂത്ത്നെസ്സും ഷൈനിങ്ങും ആഡ് ചെയ്യുകയും ചെയ്യും. ഇനി സ്ട്രെയിറ്റ് ഹെയർ ആണുള്ളതെങ്കിൽ നിങ്ങളുടെ ഹെയർ നാച്ചുറലി തന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ക്യൂട്ടിക്കിൾസിനെ സീൽ ചെയ്ത് ആ മോയ്സ്ചറൈസ് അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലുള്ള സ്മൂത്തനിങ് ആയിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇവരാണ് കെരാറ്റിൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് നമുക്ക് വോളിയം ആഡ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ഷാംപൂസും യൂസ് ചെയ്യാം. ഇനി ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ B5 എന്ന് പറയുന്നത് നിയാസിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആണ്. ഇത് ഹെയറിന് വളരെയധികം മോയ്സ്ചറൈസിങ്ങും വോളിയവും ഷൈനസും ഒക്കെ കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ വൈറ്റമിൻ B5, വൈറ്റമിൻ C, വൈറ്റമിൻ E ഒക്കെയും ഇത്തരത്തിലുള്ള ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയവയാണ്. വേവി അല്ലെങ്കിൽ ബൗൺസിങ് ഹെയർ ആണ്. ഇവരെന്ന് പറയുന്നത് എപ്പോഴും ഒരു മിഡ് റോഡിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഒരുപാട് അങ്ങോട്ട് ഓയിലി ആയിരിക്കത്തില്ല, ഒരുപാട് ഡ്രൈയും ആയിരിക്കത്തില്ല, ഇങ്ങനെയുള്ളവരുടെ ഹെയർ. അപ്പോൾ നിങ്ങളൊരു ബാലൻസിങ് ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കേളി ഹെയർ ആണ്. കേളി ഹെയർ എന്ന് പറയുമ്പോൾ ഇവരുടെ ഹെയർ ഒരുപാട് ഡ്രൈ ആവാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല എക്സ്ട്രാ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാംപൂവും ആൻറ്റി ഫ്രിസിങ് ഷാംപൂവും വേണം യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾസിന് ഈ ഒരു ഷാംപൂവിൻ്റെ വെയിറ്റ് കാരണം ഒത്തിരി അങ്ങോട്ട് താഴോട്ട് വെയ് ഡൗൺ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കേൾസ് അങ്ങനെ നഷ്ടപ്പെടും. കേളി ഹെയർ ഉള്ളവർക്ക് ഇത് കൂടാതെ തന്നെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ഷാംപൂസും യൂസ് ചെയ്യാം. ഗ്ലിസറിൻ നന്നായിട്ട് ഹെയറിന് ഷൈനസും വോളിയും ഒക്കെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബട്ടർ സീഡ്സ് ഓയിൽ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള എസെൻഷ്യൽ ഓയിൽസും ബട്ടർ സീഡ്സും നമുക്ക് ഷാംപൂലുണ്ടെങ്കിൽ അങ്ങനത്തെ ഷാംപൂസും ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബ്രിട്ടിൽ ഹെയർ ആണ്. അതായത് എപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും അതിനൊരു ബലമില്ലായിരിക്കും, ഭയങ്കര ബ്രിട്ടിൽ ആൻഡ് ഫ്രിസി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഹെയർ ഒരുപാട് ഡാമേജ് ഇരിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയറിന് അങ്ങനെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഷാംപൂ അല്ലെന്നുണ്ടെങ്കിൽ ഫോർട്ടിഫൈങ് ഷാംപൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇവർക്കുള്ള നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രോഡക്റ്റ് ആണ് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത്. സൺഫ്ലവർ ഓയിൽ അടങ്ങിയിട്ടുള്ള ഷാംപൂസ്, അതുപോലെ അവക്കാഡോ ഓയിൽ, മാംഗോ സീഡ് ഓയിലൊക്കെയും ലൈറ്റ് വെയിറ്റുമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് മുടിക്ക് എക്സ്ട്രാ ഒരു സ്ട്രെങ്തനിങ് കൊടുക്കുകയും ചെയ്യും ഇങ്ങനത്തെ ഷാംപൂസ്. ഇതുപോലെ ആർഗൻ ഓയിലും നല്ലതാണ്. ഇത്തരത്തിലുള്ള ഓയിൽസിലൊക്കെ സെറാമൈറ്റ്സും ഫാറ്റി ആസിഡ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഷാംപൂസ് നമുക്ക് ഒരുപാട് മോയ്സ്ചറൈസിങ് തരികയും ചെയ്യും, ഒരു ആൻറ്റി ഫ്രിസിനെസ് ആയിട്ട് ആക്ട് ചെയ്യും, നന്നായിട്ട് ഷൈനിങ് ആയിട്ട് അത് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊന്നാണ് ഡാൻഡ്രഫ് ഉള്ളവരുടെ ഹെയർ. ഇവർക്ക് കീറ്റോകോണസോളോ അല്ലെങ്കിൽ സെലനിയം ഡൈസൾഫൈഡ്, ടീ ട്രീ ഓയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം. ഇതൊക്കെയും ആൻറ്റി ഫംഗൽ ആയിട്ടും നല്ല ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്ന ഷാംപൂസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഷാംപൂസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പും ഹെയറും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മക്കഡമിയ ഓയിൽ, അതുപോലെ അവക്കാഡോ ഓയിൽ, ആർഗൻ ഓയിലൊക്കെയും യൂസ് ചെയ്യാം. ഇതിനകത്തൊക്കെയും നല്ലതായിട്ട് ഹെയറിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ സിലിക്കോൺ അടങ്ങിയിട്ടുള്ള ഷാംപൂസും ഇവർക്ക് യൂസ് ചെയ്യാം. ഈ സിലിക്കോൺ അടങ്ങിയ ഷാംപൂ ഡ്രൈ ആയ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു തിൻ ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ മുടിക്ക് നല്ല ഷൈനസും ഒരു സ്ട്രെങ്ത്തും കിട്ടും അവിടെ. ഇനി ഹെയർ തിന്നിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി ഹെയർ ഫോൾ ആയിട്ട് ഹെയർ തിന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫീമെയിൽ പാറ്റേണിലുള്ള ബാൾനെസ് ആണ് അല്ലെങ്കിൽ കഷണ്ടി കയറുന്നവരാണെന്നുണ്ടെങ്കിൽ കെഫീൻ നല്ലതാണ്. മെയിൽ പാറ്റേണിലുള്ള ബാൾനെസ് ആണെന്നുണ്ടെങ്കിൽ മിനോക്സിഡിൽ എന്ന് പറയുന്ന ഡ്രഗ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം. 2% ആണ് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഷാംപൂസ് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ നിയാസിൻ അടങ്ങിയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം. നിയാസിൻ നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്ത് തരികയും അതുപോലെ നല്ല ന്യൂട്രീഷൻ നർച്ചർ ചെയ്യുകയും ചെയ്യും.
ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർ പലപ്പോഴും മുടിക്ക് വോളിയം കൂടി ആഡ് ചെയ്യുന്ന തരത്തിലുള്ള ഷാംപൂസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഇവരുടെ ഹെയറിന് നല്ലതാണ്. കൂടാതെ തന്നെ വൈറ്റമിൻ B5 പാൻറ്റീൻ അല്ലെങ്കിൽ പാൻതോത്തനിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ മുടിക്ക് നന്നായിട്ട് ഷൈനിങ്ങും വോളിയവും കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഒരു നല്ല ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പിലുള്ള ഷാംപൂസും ആയിരിക്കും ഈ വൈറ്റമിൻ B5 അടങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ വൈറ്റമിൻ C, വൈറ്റമിൻ E ഒക്കെ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ഇവർക്ക് യൂസ് ചെയ്യാം. ഇനി റൈസ് അടങ്ങിയിട്ടുള്ള ഷാംപൂവും ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല ഫുള്ളർ ലുക്ക് തോന്നിക്കുകയും നല്ല ഷൈനിങ് ആയിട്ട് ആൻറ്റി ഫ്രിസിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഹെയർ തിന്നിങ്ങിന് പറ്റിയ 2 നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് പെപ്പർമിൻറ്റ് ഓയിലും ലാവൻഡർ ഓയിലും. ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള ഷാംപൂസും ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ജനറലി നമ്മളൊരു ഷാംപൂ വാങ്ങുമ്പോൾ ഷാംപൂവിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്ന് അറിയാവോ? എല്ലാ ഷാംപൂസിനകത്തും 10 to 13 ഇൻഗ്രീഡിയൻസ് എങ്കിലും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഒരു ഡിറ്റർജന്റ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ഏജന്റ് കാണും. ഈ ഒരു ക്ലെൻസിങ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ ആ ഒരു അഴുക്ക് അല്ലെങ്കിൽ സെബം, എക്സസീവ് ഓയിൽ, ഡാൻഡ്രഫ്, ബിൽഡപ്പ് ഇതിനൊക്കെയും കഴുകിക്കളയാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള പവറുള്ള ഒരു ഏജന്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്ന ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം സർഫാക്റ്റന്റ് എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഈ സർഫാക്റ്റന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം ബൈൻഡ് ചെയ്തിട്ട് വാട്ടറിൽ ചേർന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഷാംപൂ നമ്മുടെ ഹെയറിൽ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സർഫാക്റ്റന്റ് അല്ലെങ്കിൽ ക്ലെൻസിങ് ഏജന്റ് ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റ്, സോഡിയം ലോറേറ്റ് സൾഫേറ്റ്, അതായത് SLE, SLES, SLS എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കെമിക്കൽസ്. ഇതിലെപ്പോഴും നമ്മൾ സൾഫേറ്റ് അടങ്ങിയത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി എല്ലാ ഷാംപൂവിനകത്തും കാണുന്ന മറ്റൊരു ഏജന്റ് ആണ് ഒരു ഫോമിംഗ് ഏജന്റ് കാണും. അതായത് പതയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഏജന്റ് ഉണ്ടാവും. അതുപോലെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇനി സ്പെഷ്യൽ അഡിറ്റീവ്സ് ഉണ്ടാവും. സ്പെഷ്യൽ അഡിറ്റീവ്സ് ആണ് ഇപ്പൊ പറഞ്ഞ എക്സ്ട്രാ ഉള്ള വൈറ്റമിൻസ്, അതുപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, പ്രോട്ടീൻസ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഫ്രാഗ്രൻസ് ഉണ്ടാവും മണത്തിന് വേണ്ടിയിട്ട്. അത് കെമിക്കലി ഉള്ള ഫ്രാഗ്രൻസും ആവാം, നാച്ചുറലി ഉള്ള ഫ്രാഗ്രൻസും ആവാം. ഇനി ഇത് കൂടാതെ pH ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒരു ഷാംപൂവിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരു ഷാംപൂ വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ ഇല്ലാത്ത ഷാംപൂ വേണം നമ്മൾ വാങ്ങാനുള്ളതെന്ന്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഈ ഒരു അടുത്തിടയ്ക്കാണ് കുറച്ച് അവബോധം കിട്ടി തുടങ്ങിയത്. പണ്ടൊക്കെ നമ്മൾ കിട്ടുന്ന എല്ലാ ഷാംപൂസ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായിട്ട് പതയുന്ന ഷാംപൂ ആണ് ഏറ്റവും നല്ലതെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലേ. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ പത ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ഷാംപൂവിലുള്ളത് സൾഫേറ്റ് എന്ന് പറയുന്ന ഘടകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിറ്റർജന്റ് ആണ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാംപൂവിൽ ഒന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് സൾഫേറ്റ്സ് ആണ്. ഈ സൾഫേറ്റ്സ് നമ്മുടെ ഹെയറിനെ ഒരുപാട് ഡ്രൈ ചെയ്യിക്കും. ഇതൊരു ക്ലെൻസിങ് ഏജന്റ് ആണെങ്കിൽ പോലും സ്കാൽപ്പ് ഒരുപാട് ഡാമേജ് ആവാനും ഡ്രൈ ആവാനും ഒക്കെ ഇത് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാനും ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ അത് വേഴ്സൺ ആവാനും അതുപോലെ റൊസേഷ്യ എന്ന് പറയുന്ന സ്കിൻ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എക്സീമ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരുപാട് പതയുന്ന സൾഫേറ്റ് ഉള്ള ഷാംപൂസ് അവോയ്ഡ് ചെയ്യണം. രണ്ടാമത്തേതാണ് ഫോമാൽഡിഹൈഡ്. ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രിസർവേറ്റീവ് ആണ്. നമ്മുടെ പല ടൈപ്പിലുള്ള ഹൗസ് ഹോൾഡ് സാധനങ്ങളിലും അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിലും ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണ് ഈ ഫോമാൽഡിഹൈഡ്. പക്ഷേ ഈ ഫോമാൽഡിഹൈഡ് നമ്മൾ ഒരുപാട് എക്സ്പോസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ ഫോമാൽഡിഹൈഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെർമറ്റൈറ്റിസ്, പല തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും ഇതുപോലെ തന്നെ ഈ എക്സീമ ഒക്കെ ഉണ്ടാവും. കൂടാതെ തന്നെ ഇനി ഒത്തിരി ഇങ്ങനെ ഒരുപാട് ഫോമാൽഡിഹൈഡ് അടങ്ങിയിട്ടുള്ള ഷാംപൂവിനെ എക്സ്പോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു കാർസിനോജൻ കൂടിയാണ്. അതായത് ക്യാൻസർ വരാൻ ചാൻസ് കൂടി ഉള്ളതാണ്. നെക്കിന്റെ ഏരിയാസിലും സൈനസിലും ലുക്കീമിയ ടൈപ്പിലുള്ള ക്യാൻസർ ഒക്കെ വരാൻ ഇത് കാരണമാവും. ഇനി നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് പാരബൻ ഫ്രീ എന്ന് പറയുന്നത്. പാരബൻ എന്ന് പറയുന്ന കണ്ടന്റ് ഇതൊരു കെമിക്കൽ കണ്ടന്റ് ആണ്. എല്ലാ ടൈപ്പിലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിനകത്തും അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പാരബൻ എന്ന് പറയുന്നത്. ഈ പാരബൻ വളരെ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്ന ഒരു ഫാക്ടറാണ്, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് നമുക്ക് അലർജി, ഇച്ചിനെസ് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂസിനകത്തേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുകയും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇനി അടുത്ത ഫാക്ടറാണ് ഹെപ്പാക്ലോറോഫീൻ എന്ന് പറയുന്നത്. ഹെപ്പാക്ലോറോഫീൻ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. പക്ഷേ ഇതെങ്ങാനും നമ്മൾ അറിയാതെ ഇൻജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വയറിനകത്ത് ഒരുപാട് അബ്ഡോമിനൽ ക്രാംസ്, നോസിയ, വോമിറ്റിംഗ്, പിന്നെ വയറിനകത്ത് ഡയേറിയ അങ്ങനെയൊക്കെ ഉള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ഇനി സ്കിന്നിലോട്ട് എക്സ്പോസ് ആവുകയാണെങ്കിൽ സ്കിന്നിൽ റെഡ്നെസ്, അതുപോലെ സ്കെയിൽസ് ആയിട്ട് സ്കിന്നിങ്ങനെ ഇളകി പോവുക, അങ്ങനെയൊക്കെ ഉള്ള അലർജിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഷാംപൂസിനകത്ത് നമ്മൾ ഒരുപാട് വിജിലൻ്റ് ആയിരിക്കേണ്ട മറ്റൊരു കണ്ടന്റാണ് താലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ താലേറ്റ്സ് എന്ന് പറയുന്നത്
നോർമലി ഉള്ള പ്ലാസ്റ്റിക്കിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. പക്ഷെ ഇത് ഷാംപൂവിനകത്ത് ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ താലേറ്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് എപ്പോഴും ഹോർമോൺസുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് തന്നെ വന്ധ്യത, സ്പേം കൗണ്ട് കുറയുക, പ്രഗ്നൻസി ലോസ് ഉണ്ടാവുക, ജനിതകപരമായ വൈകല്യങ്ങൾ ഉണ്ടാവുക, ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരിക, കിഡ്നി, തൈറോയ്ഡ് പോലുള്ള മെയിൻ ആന്തരിക അവയവങ്ങളെ വളരെ അപകടമായ രീതിയിൽ ബാധിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ ശരീരത്തിന് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അപകടങ്ങൾ വരുത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ഈ താലേറ്റ്സ്. അതുകൊണ്ട് തന്നെ താലേറ്റ്സ് ഉള്ള ഷാംപൂസ് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഒരു നല്ല ഷാംപൂവിൽ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സൾഫേറ്റ് ക്ലെൻസിങ് ആയിട്ടുള്ള ഷാംപൂസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. പകരം നമുക്ക് സുക്രോസിൻ, സൾട്ടൈൻ, അതുപോലെ ബീറ്റെയിൻ അങ്ങനെയൊക്കെ ഉള്ള ക്ലെൻസിങ് ഏജന്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് നോക്കി വാങ്ങാം. ഈ ഷാംപൂസ് ഒക്കെ പറയുമ്പോഴും ഏറ്റവും നല്ലത് എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ആണല്ലേ. പണ്ട് കാലത്ത് ചെമ്പരത്തി താളിയും ചെറുപയറും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് തല കഴുകിയിരുന്നതായിരുന്നു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് നമ്മൾ ഹെയറിലൊക്കെ പലതും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിന്റെ നീഡ്സ് മാറിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഷാംപൂസിന്റെ പുറകെ പോകുന്നത്. അപ്പോൾ എന്നാൽ തന്നെയും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഷാംപൂസും കിട്ടുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ. അങ്ങനത്തെ ഉള്ള ഷാംപൂസും നമുക്ക് നോക്കി വാങ്ങാം. ഇങ്ങനെ ഹെയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ പ്രോഡക്റ്റ്, സീഡ് ഓയിൽസ്, ഫ്രൂട്ട് എക്സ്ട്രാക്ട് അങ്ങനെയൊക്കെ വരുന്ന ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ അത് ഹെയറിന് വളരെ കുറച്ച് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ. വളരെ നല്ലതായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സും ആയിരിക്കും അതൊക്കെ. കൂടാതെ തന്നെ ഹെയറിന്റെ നാച്ചുറൽ ആയിട്ടുള്ള pHനെയും ഓയിലിനെയും അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നാച്ചുറൽ ഷാംപൂസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആർഗൻ ഓയിൽ, അതുപോലെ ജോജോബ ഓയിൽ, ലാവൻഡർ ഓയിൽ, പെർമിന്റ്, ടീ ട്രീ ഓയിൽ, അലോവേര, ലെമൺ ഗ്രാസ് ഇതൊക്കെയും നമുക്ക് നോക്കി വാങ്ങാം. എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യേണ്ടത്? ആദ്യം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. എപ്പോഴും നമ്മളൊരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക. ഹോട്ട് വാട്ടർ ഹെയറിനും സ്കാൽപ്പിനും ഒരിക്കലും നല്ലതല്ല. ഇങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപൂ നമുക്ക് റൂട്ട്സിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അത് നന്നായിട്ട് ഒരു ജെന്റിൽ മസാജ് കൊടുത്ത് ഒരു ഫോം ഉണ്ടാക്കുക അവിടെ. അങ്ങനെ നമുക്ക് അങ്ങനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് ഹെയറിന്റെ താഴേക്ക് വരാം. കൂടാതെ ഷാംപൂ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ ഇടുകയും വേണം. കണ്ടീഷണർ എപ്പോഴും നമുക്ക് ഹെയറിന്റെ എൻഡിലാണ് യൂസ് ചെയ്യാനുള്ളത്. റൂട്ട്സിൽ ഓൾറെഡി നമുക്ക് നാച്ചുറലി സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനഫ് ഓയിൽ കണ്ടന്റ് റൂട്ട്സിന് കിട്ടുന്നുണ്ട്. എപ്പോഴും കണ്ടീഷണർ നമ്മൾ ഹെയറിന്റെ താഴേക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും ഹെയറിൽ നിന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഈ ഹെയറിൽ നമ്മൾ ഒരുപാട് വിഗറസ് ആയിട്ട് മസാജ് ചെയ്യാതിരിക്കുകയും വേണം ഷാംപൂ തേച്ച് കഴിഞ്ഞിട്ട്. എപ്പോഴും ഹെയർ വെറ്റ് ആയിരിക്കുമ്പോൾ ഹെയർ റൂട്ട്സ് ഒക്കെയും സസെപ്റ്റബിൾ ആയിരിക്കുകയും നമ്മൾ എത്ര പ്രഷർ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഹെയർ ഇങ്ങനെ പിഴുത് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെയറിന്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എത്ര എമൗണ്ട് യൂസ് ചെയ്യണം എന്ന് ചൂസ് ചെയ്യാനായിട്ട്. ഒരു ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോയിൻ സൈസിൽ ഉള്ള ഷാംപൂ മതിയാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചിട്ട് ഷാംപൂവിൻ്റെ അളവും കൂട്ടുക. എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യേണ്ടത്? വളരെ തിൻ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 to 2 days കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യാം. തിക്ക് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 to 4 days ഇടവിട്ട് ഷാംപൂ യൂസ് ചെയ്യുക. ഓയിലി ഹെയർ ഉള്ളവർ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ടീനേജേഴ്സ് ആണെങ്കിലും ടീനേജേഴ്സിന്റെ ബോഡിയിൽ കൂടുതൽ സെബം പ്രൊഡക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ബിൽഡപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബിൽഡപ്പ് ഉള്ളവരും ടീനേജേഴ്സും ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, തല വിയർക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഷവർ എടുക്കുക. ഇനി കേളി ഹെയർ അല്ലെങ്കിൽ നല്ല ഡ്രൈ ഹെയർ ആണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വൺസ് എ വീക്കൊക്കെ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. ഇനി ഷാംപൂ വാങ്ങുമ്പോൾ മെന്നിന്റെ ഷാംപൂ, വിമന്റെ ഷാംപൂ അങ്ങനെ നോക്കി സ്പെസിഫിക് ആയിട്ട് വാങ്ങേണ്ടതുണ്ടോ? മിക്ക ഷാംപൂസും യൂണിസെക്സ് ഷാംപൂ ആണ്. ഇനി കൂടുതലായിട്ട് ഫീമെയിൽ ഷാംപൂവിനകത്ത് ആൻറ്റി ഏജിങ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ തന്നെ കുറച്ചുകൂടെ ഫ്ലോറൽ സ്മെല്ല് വരുന്ന ഷാംപൂസ് ആയിരിക്കും. മെയിൽ ഷാംപൂസിലാണെങ്കിൽ കുറച്ച് മസ്കുലൈൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഹെയർ തിന്നിങ്ങിനുള്ള അല്ലെങ്കിൽ ഹെയർ ലോസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.